കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങൾ ശരിക്കും ഒന്നുകൂടി അഡ്രസ് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് സൈൻ ഔട്ട് പറഞ്ഞ് പോയതിനു ശേഷം വീണ്ടും വന്നത്. മെറ്റേണിറ്റി ലീവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അഞ്ജന നമ്പ്യാർ ആ ചോദ്യം, അത് ഒരു ഇരുതല വാളാണ്. ബിഗ് ബോസിനകത്തെ ഗെയിം പോലും അല്ല, അത് ബിഗ് ബോസിന് പുറത്തുള്ള ഒരു കാര്യമാണ്. അപ്പോ അതിന് പ്രോപ്പറായ ഒരു എക്സ്പ്ലനേഷൻ അനീഷിന് പറയാനുള്ള അവസരം പോലും അഞ്ജന കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഈ ഒരു ഇന്റർവ്യൂ വീണ്ടും എടുത്ത് നോക്കിയപ്പോഴാണ് അങ്ങനെ ഒരു അവസരം കൊടുത്തിട്ടില്ല. അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കേരളത്തിലെ പല സ്ഥാപനങ്ങളിലും 3 മാസമൊക്കെ മെറ്റേണിറ്റി ലീവ് ഫീമെയിൽ ഫാക്കൽറ്റിക്ക് കൊടുക്കാറുള്ളൂ. ഇവിടെ അനീഷ് അതിനെപ്പറ്റി ഒന്നും അല്ല പറഞ്ഞത്. കാലാവധിയെ പറ്റി ഒന്നും അനീഷ് പറഞ്ഞിട്ടില്ല. അനീഷ് പറഞ്ഞതിൽ നിന്നും പിന്നെ കുറെ പ്രേക്ഷകരുടെ വിലയേറിയ കോമന്റുകളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിദേശത്തൊക്കെ, അതായത് ജർമ്മനി പോലുള്ള രാജ്യങ്ങളിലൊക്കെ 14 മാസം വരെ പെറ്റേണിറ്റി ആൻഡ് മെറ്റേണിറ്റി ലീവ് കൊടുക്കാറുണ്ട്. 6 to 7 മാസം വരെയൊക്കെ സാലറിയോട് കൂടിയുള്ള ലീവാണ് ഇവർ കൊടുക്കാറുള്ളത്. അതും നിങ്ങൾ ഓർത്തോണം, യൂറോപ്യൻ രാജ്യങ്ങളിൽ പല സ്ഥലത്തും ഇങ്ങനെ നടക്കാറുണ്ട്. ഇവിടെ അനീഷ് അങ്ങനെ ഒരു കാര്യമാണ് ഉദ്ദേശിച്ചത് എന്ന് തോന്നുന്നു. ഇതിനെപ്പറ്റി വ്യക്തമായ ഒരു എക്സ്പ്ലനേഷൻ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് തന്നെ കിട്ടണം. അധികം വൈകാതെ അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ ഇദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇത് ഒരുപാട് പേര് വളച്ചൊടിക്കുന്നുണ്ട്, ഒരുപാട് പേര്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ 3rd rate ചെറ്റകൾ ഇരുന്നത് വളച്ചൊടിക്കുകയാണ്. അനീഷ് ഫേക്ക് ആണ്, സ്ത്രീ വിരുദ്ധനാണെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ വളച്ചൊടിക്കുകയാണ്. നിങ്ങൾ ഓർത്തോണം, ഈ സീസണിൽ ഒരു സ്ത്രീയോടും ഇന്നേ വരെ എടി പോടിന്ന് പോലും വിളിച്ച് സംസാരിക്കാത്ത ഒരാളാണ് അനീഷ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരാളെയാണ് ഇവരൊക്കെ ഈ ഷോ കഴിഞ്ഞിട്ട് നെഗറ്റീവ് ആക്കാൻ നോക്കുന്നത്. അതിന്റെ കാര്യങ്ങളൊക്കെ എന്നാണെന്ന് നമുക്കറിയാം. അസൂയ മൂത്തിട്ടാണ്. വിന്നറിനെ പോലും കാണാൻ അധികം ആളുകൾ വന്നിട്ടില്ല. അവിടെയാണ് റണ്ണറപ്പിന് വിന്നറിനെക്കാട്ടിലും പ്രാധാന്യം കിട്ടുന്നത്. അത് സഹിക്കാൻ പറ്റുന്നില്ല. ഇനി ഞാൻ ബിഗ് ബോസിന്റെ അജണ്ടയെ പറ്റി പറയാം. ആരുടെയും ഓഡീഷൻ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാത്ത അഞ്ജന നമ്പ്യാര് അനീഷിനോട് മാത്രം ഓഡീഷൻ ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നു. ഓഡീഷനിൽ ഇവർ സംസാരിച്ച് ഇവരുടെ ടോപ്പിക് ഡിസ്കസ് ചെയ്യുകയാണ്. പെട്ടെന്ന് കുറെ 3rd rate ചാനലുകൾ അത് ഏറ്റുപിടിച്ച് ഡീഗ്രേഡിങ് നടത്തുന്നു. സിമ്പിൾ കാര്യങ്ങളാണ്, അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവും. ലാലേട്ടനെ കൊണ്ട് സ്ത്രീ വിരുദ്ധൻ എന്ന് പറയിപ്പിച്ചത് അഞ്ജന നമ്പ്യാരാണ്. മനസ്സിലായില്ലേ? സ്ത്രീ വിരുദ്ധൻ എന്ന് ലാലേട്ടനെ കൊണ്ട് പറയിപ്പിച്ചത് അഞ്ജന നമ്പ്യാരാണ്. അപ്പൊ അങ്ങനെ പറയിപ്പിച്ചിട്ട് അനീഷിനെ പ്രോപ്പറായിട്ട് ഇവർക്കൊരു സ്ത്രീ വിരുദ്ധനായിട്ട് അങ്ങോട്ട് പോർട്രേ ചെയ്യാനായിട്ട് പറ്റിയില്ല. അനീഷ് ഇവരുടെ ഗെയിമിന് വിപരീതമായിട്ട് പ്രവർത്തിച്ചു. ഇവരുടെ ഗെയിമിനെ അനീഷ് നശിപ്പിച്ചു കളഞ്ഞു. അഞ്ജനയുടെ ഒരു ഗെയിം ഉണ്ടല്ലോ, അഞ്ജനയ്ക്ക് ഒരു ഗെയിം ഉണ്ടായിരുന്നു ഇതിനകത്ത്. ആ ഗെയിമിനെയാണ് അനീഷ് ഇവിടെ തകർത്ത് കളഞ്ഞത്. നിങ്ങൾ ഓർത്തോണം, ഹ്യൂമൻ റിസോഴ്സ് മാനേജർക്കെതിരെ വരെ മൈൻഡ് ഗെയിം കളിച്ച ഒരാളാണ് അനീഷ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരാൾക്ക് ഇവർ എങ്ങനെ കപ്പ് കൊടുക്കാനാണ്? അവിടെ ഉള്ള ക്രൂ മെമ്പർക്കെതിരെ വരെ ഗെയിം കളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കൊടുക്കാനാണ് കപ്പൊക്കെ? നിങ്ങളത് ആലോചിച്ച് നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത്. കഴിഞ്ഞ വീഡിയോയുടെ ലെങ്ത് കൂടി പോകണ്ടെന്ന് വെച്ച് പറയാതിരുന്നതാണ്. പിന്നെ കുറെ കോമന്റുകളും കണ്ടു കേട്ടോ. കോമന്റ് ഇട്ടവർക്കും വീഡിയോ ഹൈപ്പ് ചെയ്തവർക്കും ഒക്കെ നന്ദി. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.